കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവിടങ്ങളിൽ പുതിയ ജനപ്രതിനിധികൾ സ്ഥാനമേൽക്കുമ്പോഴും കോർപ്പറേഷൻ, നഗരസഭകൾ എന്നിവിടങ്ങളിലെ അധ്യക്ഷ സ്ഥാനവും ഭരണ സംവിധാനവും സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. തൃശൂർ കോർപ്പറേഷനിൽ 55 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. പുതിയ ഭരണകർത്താക്കളെ നവീകരിച്ച കൗൺസിൽ ഹാളാണ് സ്വാഗതം ചെയ്യുക. ഇരിപ്പിടങ്ങളും ശബ്ദ സംവിധാനങ്ങളുമെല്ലാം പുതുതായി സജ്ജമാക്കിയ കൗൺസിൽ ഹാൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ മേയർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമാകുകയുള്ളൂ. വിമത സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടെ LDF മുന്നണി ഭരണം ഏറ്റെടുക്കുമെന്നാണ് നിലവിലെ സ്ഥിതി. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ തീരുമാനമുണ്ടായേക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന LDFന്റെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകും. കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവി സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. LDFന് ഭൂരിപക്ഷമുള്ള ചാവക്കാട്, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ കാര്യമായ പ്രതിസന്ധിയില്ലെങ്കിലും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ആകുന്നതേയുള്ളൂ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കുന്നംകുളം നഗരസഭകളിൽ ഭരണം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ്. BJPയുമായി ചേർന്ന് ഭരണം ഏറ്റെടുക്കേണ്ടെന്ന് UDF നിലപാട് സ്വീകരിച്ചതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ഭരണം കൈവരുമെന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രൊഫസർ PK ശാന്തകുമാരിയുടെ നിലപാടാണ് ഏറെ നിർണായകം. ന്യൂസ് ഡെസ്ക് TCV.